മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതാക്കന്മാരും അഖിലേന്ത്യാ സെക്രട്ടറിയും മൗനം പാലിക്കുകയാണ്. ആ മൗനം എന്തുകൊണ്ടാണ്? എന്താണ് പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടിയെടുക്കാൻ CPM നേതാക്കന്മാരെ ഭയപ്പെടുത്തുന്ന ഘടകം? അതും ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശനം. ഉന്നതന്മാർ കൂടുതൽ പേർ ഇനിയും പ്രതികളാക്കേണ്ടതുണ്ട്, അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് എന്ന ഹൈക്കോടതിയുടെ പരാമർശനം കുട്ടിവായിക്കുമ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ കിടക്കുന്ന പ്രതികളെ CPM പാർട്ടി സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി, സംഘടനയെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തിയ, വിശ്വസ്തേൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വാസവഞ്ചന നടത്തിയ, മോഷ്ടാക്കളായിട്ട് മാറിയിട്ടുള്ള സഹാക്കളെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ തൊട്ടാൽ അവര് കാര്യങ്ങൾ വിളിച്ചെന്ന് പറയും. അവരെ ഭയപ്പെടുകയാണ് CPM നേതൃത്വം. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജയിൽ കിടക്കുന്ന സഹാക്കൾക്ക് സംരക്ഷണം നൽകുന്നത് അവരെ പിണങ്ങിയാൽ അവർ കൂടുതൽ പേരുകൾ പറയും. അത് CPM നേതൃത്വത്തിന്റെ മുഖം കൂടുതൽ വികൃതമാക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും അവരുടെ സംരക്ഷകരായിട്ട് പരസ്പര ധാരണയിലാണ് CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തിൽ തന്നെ ജനങ്ങൾ പരിശോധിച്ച് വോട്ട് ചെയ്യുന്ന വിഷയങ്ങളായി മാറും.